കേരള സ്റ്റോറി 2 വരികയാണ്. അതെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. അപ്പം ഇവിടുത്തെ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെയൊക്കെ ഫേസ്ബുക്കിൽ നിങ്ങൾ പോയൊന്ന് നോക്കുക. ഇതിനെതിരെ നമ്മുടെ കേരളത്തെ മൊത്തത്തിൽ അധിക്ഷേപിക്കുന്ന കേരള സ്റ്റോറി എന്ന ഏറ്റവും വലിയൊരു ഉഡായിപ്പ് സിനിമയ്ക്കെതിരെ അല്ലെങ്കിൽ അതിനെതിരെയുള്ള ഒരു നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസിന്റെയോ അതല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെയോ യൂത്ത് കോൺഗ്രസിന്റെയോ KSUവിന്റെയോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒറ്റ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയുമോ? കാരണം ഇവർക്ക് ഭയമാണ്. ഇവർക്ക് സത്യത്തിൽ BJP ഭയമാണ്. അവരിവിടെ കേരളത്തിൽ കിടന്ന് കുറച്ച് പരിപാടികളൊക്കെ കാണിക്കുക. അത് ഇടതുപക്ഷത്തിനെതിരെയാണ്. കാരണം ഇടതുപക്ഷം എന്തായാലും BJP കാണിക്കുന്ന പോലെ കാണിക്കത്തില്ലെന്നറിയാം. ആ ഒറ്റ കാര്യം കൊണ്ട് തന്നെയാണ് അവര് ഇവിടെ ചില തരികിടകളൊക്കെ കാണിക്കുന്നത്. നമ്മൾ പക്ഷെ ഇത് ഒരു ചിരിച്ചു തള്ളും. കാരണം ഈ സിനിമയിൽ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കാത്ത കാര്യങ്ങളാണ് എന്ന തരത്തിൽ നമ്മൾ ചിരിച്ചു തള്ളും. അതിവിടുത്തെ സംഘികൾക്കും അറിയാം, അവർക്കും അറിയാം ഇത് ചിരിച്ചു തള്ളും, കേരളത്തിൽ നടക്കാത്ത കാര്യങ്ങളാണ് എന്നുള്ളത്. പക്ഷേ മറ്റു സംസ്ഥാനങ്ങളിൽ ഉള്ള ആളുകൾ അല്ലെങ്കിൽ മറ്റു രാജ്യത്തുള്ള ആളുകളൊക്കെ ഈ സിനിമ കാണുമ്പോൾ അവർ ധരിക്കുന്നത് നമ്മുടെ കേരളം ഇങ്ങനെയാണെന്നാണ്. മനസ്സിലായത്? വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മുടെ മലയാളികൾ ഇഷ്ടംപോലെ ജോലി ചെയ്യുന്നുണ്ട്, മറ്റു സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. അവർക്കെതിരെ വലിയൊരു ആയുധമായിട്ടാണ് ഈ ഒരു ചലച്ചിത്രം ഉപയോഗിക്കാൻ പോകുന്നത്. നമ്മളെ സംബന്ധിച്ച്, മലയാളികളെ സംബന്ധിച്ച് നമ്മളത് വെറുതെ ചിരിച്ചു തള്ളാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. നമുക്കിതൊരു കോമഡിയായിട്ട് തോന്നും. പക്ഷെ അവരുദ്ദേശിക്കുന്നത് വലിയ തരത്തിലുള്ള ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാവരും പ്രതിഷേധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളിതൊന്നും നിസ്സാരമായിട്ട് കാണരുത്. വരും തലമുറയോട് നമ്മൾ അത് പ്രതിഷേധിക്കാതിരുന്നാൽ നമ്മുടെ വരും തലമുറയോട് കാണിക്കുന്ന ഏറ്റവും വലിയൊരു ചതിയായിരിക്കും അത്. അതുകൊണ്ട് എല്ലാവരും ഇതിനെതിരെ പ്രതികരിക്കുക, പരമാവധി ഏതെല്ലാം രീതിയിൽ പ്രതികരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ പ്രാധാന്യം. വെറുതെ ഒരു ട്രോള് കൊണ്ട് അത് നമ്മുടെ മലയാളികൾക്കിടയിൽ നമുക്കതൊരു ട്രോള് കൊണ്ട് ഇതൊന്നും അല്ല എന്നുള്ള തരത്തിലാക്കിയെടുക്കാമെങ്കിൽ പോലും മറ്റു സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാരും മറ്റുള്ളവരും നമ്മളെ കാണുമ്പോൾ അവർക്കറിയത്തില്ല ഇവിടെ എന്താണെന്നുള്ളത്. ഇവിടെ വന്നിട്ടുള്ളവർക്കേ അറിയത്തുള്ളൂ എന്താണെന്നുള്ളത്. അപ്പം വടക്കേന്ത്യയിൽ അവര് കേരളത്തെക്കുറിച്ച് പ്രചരിപ്പിക്കുന്ന പല കാര്യങ്ങളൊന്നാണ് ഇത്. മനസ്സിലായോ? കാരണം ഇതിനിടയ്ക്ക് ഗോപാലകൃഷ്ണൻ VD സതീശന്റെ ഒരു വീഡിയോ എടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് VD സതീശനെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു ഇതാണ്. പക്ഷെ അതിൻ്റെ അകത്ത് ഗോപാലകൃഷ്ണൻ ഉദ്ദേശിച്ചിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് മുസ്ലിം ലീഗിന്റെ കൊടിയാണ് കാണാൻ പറ്റുന്നത്. അവിടെ കോൺഗ്രസിന്റെ കൊടി നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഇത് പാകിസ്ഥാൻ കൊടി എന്ന തരത്തിലാണ് അവർ പ്രചരിപ്പിക്കുന്നത്. ഇത് കോൺഗ്രസ്സുകാർക്ക് ഇതൊന്നും മനസ്സിലാകത്തില്ല. അവർക്കാകെ കണ്ണ് കാണുന്നത് CPIഎമ്മിനെതിരെയുള്ള കാര്യങ്ങൾ മാത്രമേ അവർക്ക് കാണത്തുള്ളൂ. ഇവര് BJPക്കെതിരെ കാണുമ്പോഴേ മുണ്ടു കഴിച്ചിട്ട് മൂത്രം ഒഴിക്കുന്ന സ്വഭാവമാണ് കോൺഗ്രസ്സുകാർക്കുള്ളത്.